എങ്ങോട്ടാ പോണ്ടേ? നേരെ അർജുന ജോർബ എന്തെങ്കിലും പറഞ്ഞോ? ഇത് നമ്മളല്ല എടുത്തല്ലോ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് കിട്ടുമല്ലോ അല്ലേ? സമയം ഇപ്പൊ എന്റെ കൂട്ടുകാരന്റെ 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ വന്നു. ഓൾറെഡി വെച്ചാണ്. 1 മാസം എടുത്തു എല്ലാം കൂടെ കറങ്ങി എനിക്ക് അത് കഴിഞ്ഞിട്ട് എല്ലാവരും എടുക്കുന്നില്ലേ? ഒരു 10 വർഷത്തേക്കല്ലേ അത് സൈഡിൽ അപ്ലൈ ചെയ്താൽ അവര് ടൊറന്റോ എംബസിയിൽ വിളിപ്പിച്ചു കൊടുത്തില്ല. പേരിന്റെ ഇന്റർവ്യൂ ഇവിടെ എന്താണ് പഠിക്കുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നത്, എന്ത് വിഷയത്തിലുള്ളത്, നോർമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നാട്ടിൽ എവിടെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് അടിച്ചു കയറും. എനിക്ക് വിസ എന്റെ വിസിറ്റിംഗ് വിസ എന്റെ ജോലി വിസയാണ്. എന്റെ വൈഫിന്റെ വിസ H1 വിസ, എന്റെ H4 വിസ. എന്നെക്കാളും പവറുള്ള വിസ അവിടെ H1. ഇനി അവർക്ക് നേരെ സിറ്റിസൺ ഗ്രീൻ കാർഡിലേക്ക് പോകും. എന്റെ H4 ഇവിടുത്തെ വർക്ക് പെർമിറ്റ് പോലെ. ശരിക്കും ജോലി ചെയ്യാം, ഇത്ര സമയമുണ്ട്. അത് കഴിഞ്ഞാല് നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ വരുക, നിങ്ങൾക്ക് ജോലി പെർമിറ്റ് ഉണ്ടെങ്കിലും വിസ ഇല്ലെങ്കിൽ കയറാൻ പറ്റത്തില്ല. വിസയാണല്ലോ ട്രാൻസ്മിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനും ഇറങ്ങാനും വിസയില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാല് ഇവിടുന്ന് വേഗം ഇവിടുത്തെ പ്രത്യേക പരിഗണന കിട്ടും. നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസ ഇന്ത്യക്ക് കൊടുത്താലൊന്നൊരു അപ്രൂവൽ വരാൻ നാട്ടിൽ വെച്ച് എനിക്ക് അറിയാനുള്ള കുറെ കൂട്ടുകാരന്മാരുണ്ട്. കുറേമാർക്ക് രജിസ്ട്രേഷൻ വന്നു. അത് നല്ല നാട്ടിൽ വയ്ക്കുമ്പോൾ എല്ലാം മിക്കതാണ് രജിസ്ട്രേഷൻ ആകണം. അത് കൂടുതൽ ഇന്ത്യയിലെ US വിസിറ്റിംഗ് വിസ വെച്ചാൽ റിജക്ട് ചെയ്യും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കുറെ കാര്യം. അതേപോലെ പിന്നെ ഇവിടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കണ്ട, ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇവിടെ പെട്ടെന്ന് അങ്ങനെ ചെയ്തോ, പെട്ടെന്ന് ചെയ്തു തരും. എനിക്ക് ചെയ്ത് എന്നായിരുന്നു അന്ന്. ഇവിടുന്ന് അവിടുന്ന് അല്ല, ഈ ഇന്റർസെക്ഷൻ അല്ല, അത് കഴിഞ്ഞുള്ള ഇന്റർസെക്ഷൻ ലെഫ്റ്റ്. നിന്റെ കൊടുത്തോ? കഴിഞ്ഞോ? എനിക്ക് വിസ ഉണ്ട്, US വിസ ഉണ്ട്. ആര് ത്രൂ കൊടുത്തേ? ഞാൻ തന്നെ സൈറ്റ് ഒന്ന് പറഞ്ഞേ. തനിയെ ചെയ്തുള്ളൂ. ഞാൻ ഒരു വീഡിയോ അയച്ചില്ല, ആ വീഡിയോ കണ്ട. പിന്നെ ഡേറ്റ് കിട്ടുമ്പോൾ നമുക്ക് എല്ലാം 1 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടും. അത് നമുക്ക് എന്തറിയാം, എല്ലാ ദിവസം നോക്കിയിട്ട് ചെക്ക് ചെയ്ത് റീഷെഡ്യൂൾ ചെയ്യും. റീഷെഡ്യൂൾ തന്നെ കുറച്ച് അടുത്തേക്ക് ആക്കാനുള്ളത്. ഒരു എല്ലാ ദിവസവും രാത്രിയൊക്കെ ഒരു 11 മണി 12 മണിക്ക് നോക്കുന്നത്. ഡേറ്റ് ഇങ്ങനെ ആരെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടൊക്കെ പോകും. അപ്പൊ ഇതെല്ലാം ദിവസം നോക്കണം. പിന്നെ ലൊക്കേഷനൊക്കെ മാറ്റി കൊടുക്കും. എപ്പോഴും ടൊറോണ്ടോ വെക്കരുത്. ഇവിടെ ഒന്നുമില്ല, നേരെ സ്ട്രൈറ്റ് ഒക്കെ. ഓക്കെ, വേറെ സെന്റർ വെക്കുന്നിട്ട് അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാല്ലേ? അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. DC-ലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞായിട്ട് ആണല്ലേ? ഇവിടുന്ന് കുറെ പേര് ഒരു വണ്ടി വരുന്നുണ്ട്. ഇവിടുന്ന് കുറെ പേര് BC-ലൊക്കെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വന്നു. ഈസി എത്ര പേരുണ്ട്? അല്ല, ഞാൻ കാൽഗറി പോയി എടുത്തപ്പോൾ ഞാൻ ആൽബർട്ട് പോയി എടുത്തു. എനിക്ക് അവിടെ പോയി ജസ്റ്റ് ട്രിപ്പായിട്ട് പോകല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോയി. എനിക്ക് ഡേറ്റിൽ വന്നായിരുന്നു. അപ്പൊ എത്ര ദിവസം എടുത്തു? മീൻസ് എത്ര ട്രാവൽ ചെയ്യാനും? ട്രാവൽ അത് ഞാൻ ഫ്ലൈറ്റ് നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. ഞാൻ 2 മാസം മുന്നേ ബുക്ക് ചെയ്തു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ $120 പിന്നെ ആൽബർട്ടും ആൽബർട്ട് അല്ല, ഞാൻ അത് സെറ്റാ ബ്രോ. എനിക്ക് അടിപൊളി വൈബായിരുന്നു. എനിക്ക് ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ പോകാൻ ആഗ്രഹത്തിലാണ് ഞാൻ അവിടെ എടുത്തത്. പിന്നെ റൂം 1 ദിവസം അവിടെ സ്റ്റേ ചെയ്യണമായിരുന്നു. അപ്പോൾ അതും ഞാനൊരു നേരത്തെ ബുക്കൊക്കെ ചെയ്തിട്ടാണ് ഹോട്ടലിൽ ബുക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് $80 കിട്ടിയായിരുന്നു. നല്ല ഇതാണ്. ഒന്ന് നോക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അത് കൊണ്ടുപോകില്ല. അത് നല്ല അത് $100 ആവും ബ്രേക്ക്ഫാസ്റ്റ് കൂടെ. ഏതായാലും നല്ലൊരു ഇതായിരിക്കും. പക്ഷെ അവിടെ തണുപ്പത്ത് ഞാൻ പോയത് തണുപ്പായിരുന്നു. നവംബർ ആയിരുന്നു. എന്നിട്ടോ എന്റെ മുന്നേ കൈയൊക്കെ ആരവിച്ച്. അവിടെ ഇവിടത്തെ കണക്കല്ല, എപ്പോഴും ബസ് വന്നോണ്ടേ തന്നെ. എപ്പോഴും അത് ഡൗൺ ടൗൺ ആണ്. കാൽഗറി മെയിൻ ഡൗൺ ടൗൺ ആണ്. കാനഡയിലാകെ 3 ഡൗൺ ടൗൺസ് ആണ്. കാൽഗറി, ടൊറോണ്ടോ, വാൻകൂവർ, BC-ലേക്ക് ഭയങ്കര ചാർജ്. ഇവിടെ അവിടെ 2 ഉണ്ടല്ലോ ആൽബർട്ടയില്. എഡ്മണ്ടൻ ഉണ്ട്. പക്ഷേ എഡ്മണ്ടൻ അത് കാൽഗറി, ബാൻഫ്, എഡ്മണ്ടൻ
ജാസ്പർ അത്ര സെറ്റപ്പ് അല്ല. അല്ല ബ്രോ, ജാസ്പർ ബാൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ടൂറിസ്റ്റ് Free BBQ. അല്ല അവിടെ പക്ഷെ നല്ല ഇതുണ്ട്, അത്യാവശ്യം സിറ്റി ഉണ്ട്. ഫ്രീ BBQ ജാസ്പറിന് എനിക്കറിയില്ല. കാരണം ഇനി ഞാൻ ഫ്രീ ആയിട്ടാ ബാൻഫ് ഞാൻ പോയിട്ടുണ്ട്. ബാൻഫ് ഞാൻ മലയുടെ താഴെയുള്ള ഒരു കാണാൻ മല സ്ഥലം, നല്ല റിസോർട്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യണ എങ്ങനെ അപ്പൊ? ബ്രോ അത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് സ്കൈ സ്കാനർ ബുക്ക് ചെയ്താണ്. അവർക്ക് ഡയറക്റ്റ് ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ട് അല്ലേ? സ്കൈ സ്കാനറിൽ തന്നെ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ട്, മറ്റേ ഫ്ലൈറ്റ് ബുക്കിംഗ് ഉള്ള ഇത് ഓപ്ഷൻ. അല്ലാതെ അവര് റീഡയറക്ട് ചെയ്ത് തരില്ല. സ്കൈ സ്കാനർ നമുക്ക് വേറെ സൈറ്റിലേക്ക് വേറൊരു സൈറ്റിൽ ഏറ്റവും ചീപ്പ്, ഏറ്റവും ഈ ഡ്രീംസ്, പിന്നെ പിന്നെ വേറെ അതെ. അല്ല അങ്ങനെ റീഡയറക്ട് ചെയ്ത് കൊടുക്കുന്നല്ലേ? എക്സ്പീഡിയ. അതിൽ അവർ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണോ നമ്മൾ ചീപ്പ് റേറ്റ് കൊടുക്കണം. ഞാൻ ഫ്ലെയർ എയർലൈൻസിലാണ് ഞാൻ ഫ്ലെയറിൽ പോയി തിരിച്ചു വന്നപ്പോൾ നാട്ടിലെ KSRTC അല്ല നമ്മുടെ ടൈറ്റിക്കോ നമ്മുടെ നാട്ടിലെ പഴയ തിരിച്ചു വന്നപ്പോ തെണ്ടികളെ AC പോലും അതിനകത്തിട്ടില്ലടാ. ഒരു പച്ചവെള്ളം പോലും തന്നില്ല. ചൂടെടുത്ത് ഉരുകി പൊണ്ടാറടങ്ങി. ആരും കംപ്ലൈന്റ് ചെയ്തില്ല. കംപ്ലൈന്റ് ആയിട്ടൊക്കെ എന്ത് കാര്യം? ഇത് ടിക്കറ്റ് $100 ഉള്ളൂ ബ്രോ. അപ്പൊ അതിനൊക്കെ എന്തിനാണ്? പിന്നെ വേറൊരു കൂട്ടരെ വെള്ളം കൂടി ചോദിച്ചിട്ട് പോലും തന്നില്ല. വെള്ളം തന്നെ ഇതുവരെ കുടിക്കാൻ എന്തെങ്കിലും ലേസോ ഒന്നും തരൂല. ഒന്നും തരില്ല, ചോദിച്ചിട്ട് തന്നില്ല. ഒരു തവണ കുപ്പിയിൽ ഞാൻ വെള്ളം ചോദിച്ചു ഒന്നും കഴിക്കാൻ തരൂല ചോദിച്ചു. അല്ല, ഒരു തവണ കുപ്പി വെള്ളം തന്നെ. ഇച്ചിരി വെള്ളം എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പഴത്തേക്ക് തല്ലാൻ വരുന്ന പോലെ. എന്റെ പൊന്നെ. അല്ല ഞാൻ വെള്ളം മാക്സ് അതൊക്കെ അങ്ങനെ മുതലാക്കണല്ലോ. ജ്യൂസ് കിട്ടുന്നില്ലായിരുന്നു. അതായത് ആപ്പിൾ ജ്യൂസ്. അതാ പറഞ്ഞ തല്ലാൻ വരുമെന്ന്. ആപ്പിൾ ജ്യൂസ് ഒക്കെ ചോദിക്കാൻ അതുണ്ടായിരുന്നല്ലേ? എനിക്കത് അറിവുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നല്ലേ? ബാഗ് ഇപ്പൊ എടുത്തിട്ട് വരും. നല്ല സ്ഥലങ്ങളല്ലേ, വൈകുന്നേരം ഭയങ്കര രസമുണ്ട്. ഈ സമ്മർ ആകുമ്പോ ഇങ്ങ് കാണാനൊക്കെ രസം ഭംഗിയുണ്ട്. ഓട്ടമായി കഴിഞ്ഞാൽ പറയണ്ടല്ലേ. കഴിഞ്ഞിപ്പോ 2 ദിവസം കൂടെ ബൈക്കിന്റെ ആരെങ്കിലും ലൈസൻസ് എടുത്തണോ? എന്താ അവസ്ഥ? അതിന് M ലൈസൻസ് എളുപ്പമായിരിക്കും. അത് ഇലക്ട്രിക്കലാണല്ലോ. ഇലക്ട്രിക്കൽ ആണെങ്കിൽ വേണ്ട, ചുമ്മാ ഓടിച്ചോണ്ട് പോ. ബൈക്കോ? ഹൈവേ കയറാൻ പറ്റത്തില്ല. ഡൗൺ ടൗണിലൊക്കെ പറ്റും. ഇലക്ട്രിക്കൽ സൈക്കിൾ അത് മറ്റേ യൂബറൊക്കെ ചെയ്യണം. ഭയങ്കര ഇലക്ട്രിക് ബൈക്ക് ആണെങ്കിൽ അങ്ങനെ പോവാം. 50 മാക്സ് അങ്ങനെ സ്പീഡേ ഉള്ളൂ. ഇതേപോലുള്ള ബൈക്കിന് കിട്ടും. കാണുമ്പോ അങ്ങനെ ഇരിക്കും. 50 വരെ അങ്ങനെ പോകാൻ പറ്റും. നല്ലതാണല്ലോ. പോവാൻ ചെയ്യും. ഒരു 4 രൂപ 5 രൂപ വരും. പെട്രോളിന് വരെ സ്പോർട്സ് ബൈക്ക് ആണെങ്കിലാണ് M ലൈസൻസ് വേണം. അതാണെങ്കിൽ എവിടെ കൂടെ വേണമെങ്കിലും ഓടിക്കാം. അതിപ്പോ അതെടുത്തിട്ട് ഊബർ ചെയ്യുന്നതല്ല നല്ലത്. ഊബർ ഈറ്റ്സ് അല്ല അതിനെക്കാട്ടി എന്റെ ബെസ്റ്റ് ഒരു സൈക്കിൾ ഉണ്ട്, ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട്. 2 രൂപ. നല്ലതാണ്. എന്റെ കമ്പനിയിൽ നിന്ന് മറ്റേ വേറെ എടുത്ത് $700 എടുത്തായിരുന്നു. 1300 സാധനം തോന്നുന്നു. ഈ അടുത്ത ആമസോൺ ഉണ്ടായിരുന്നു 999 കിട്ടി. ഞാൻ ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തു. കാരണം 999 മേടിച്ചിട്ട് പിന്നെ അത് ഞാൻ വിൽക്കാൻ പോയി നടക്കണം. ഇപ്പൊ ഞാനൊരു സാധനം എടുത്തിട്ട് ഇനി അതെന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുക. മറ്റേ നിന്ന് പോന്ന് മറ്റേ എടുത്തോ? എത്രയും എടുത്തേ? 430 രൂപയായി ടാക്സി. രസമൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോ മടുപ്പാവും. അങ്ങനെ നിന്ന് പോകുമ്പോഴോ? അല്ല എന്ന് വെച്ചാൽ റോഡിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ നല്ല, പക്ഷെ ഈ സൈഡ് റോഡിൽ കൂടെ ഓടിക്കുമ്പോ കുഞ്ഞു വീല ഇങ്ങനെ കട കിടന്ന് അടിച്ചിട്ട് കാലിന് വേന. കാരണം ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ അല്ല എനിക്ക് സൗകര്യം അത് എന്ന് വെച്ചാ 20 മിനിറ്റ് എടുക്കും. 8 കിലോമീറ്റർ ചാർജ്. ഓരോ സൈഡിലോട്ട് ചാർജ് ചെയ്യണം. 23 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും കിട്ടത്തില്ല.